ഇനിയിപ്പോൾ നമുക്ക് ആ മഴ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. മഴ കനക്കാൻ കാരണം തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ്. അനിൽ ജോർജ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അനിൽ. എറണാകുളത്ത് തുള്ളിക്കൊരു കുടം എന്ന നിലയിൽ മഴയാണ്. റെഡ് അലേർട്ട് എന്തായാലും എറണാകുളത്ത് ഫലവത്തായി. ബാക്കിയുള്ളിടത്തെ അവസ്ഥകൾ അറിയാമോ? എറണാകുളത്തെ സ്ഥിതി എന്താണ്? ബിനിൽ, സംസ്ഥാനത്ത് വ്യാപകമായി ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. എറണാകുളത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ പരക്കെ മഴ പെയ്യുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തും കനത്ത മഴ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലകളിലുമെല്ലാം കനത്ത മഴയാണ് പെയ്യുന്നത്. കൊച്ചി നഗരത്തിൽ നല്ല മഴ ഇന്നലെ രാത്രി മുതലുണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. MG റോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട റോഡുകളിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ കനത്ത മഴ ഇപ്പോൾ കൊച്ചിയിൽ അടക്കം എറണാകുളം ജില്ലയിൽ മുഴുവൻ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3 ദിവസത്തേക്ക് കൂടി ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം കൊച്ചി നഗരത്തിൽ ഉണ്ടാവില്ല എന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള നടപടികൾ അടക്കം എടുത്തിട്ടുണ്ട് എന്നും നഗരസഭ അറിയിക്കുന്നു. ഒപ്പം തന്നെ മഴക്കാലപൂർവ്വ പ്രവർത്തികളുടെ കൂടി ഫലം ഇത്തവണത്തെ മഴയെ മറികടക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയും കൂടിയാണ് ജില്ലാ ഭരണകൂടം അടക്കം മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ റെഡ് അലർട്ട് ഏതാണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമാണ്. വലിയ ശക്തമായ മഴ തന്നെയാണ് എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിനിൽ, ഉറപ്പായും നല്ല മഴയാണ് എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും. മറ്റുള്ള ഇടങ്ങളിലും അലേർട്ടുകളുണ്ട്. പക്ഷേ അത്ര കാര്യമായ മഴ വരുന്നതായി റിപ്പോർട്ടുകളില്ല. എന്തായാലും എറണാകുളത്ത് കുടയെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങണ്ട എന്നുള്ളതാണ് അനിൽ ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്.